കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല, അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശ ഗോത്രം, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണ് ഞാൻ ഈ വായിച്ച യിരെമ്യാവ് 10-ന്റെ 16-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം ആരാണ്? 1, അവൻ യാക്കോബിൻ്റെ ഓഹരിയായവൻ. 2, അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. 3, ദൈവത്തിൻ്റെ അവകാശ ഗോത്രമാണ് ഇസ്രായേൽ. 4, സൈന്യങ്ങളുടെ യഹോവയാകുന്ന നാമം. അപ്പോൾ ശ്രദ്ധിച്ച് എന്തുമാത്രം പ്രത്യേകതകളാണ് ദൈവത്തിനുള്ളത്. അതിൽ 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറിയ ചില വിഷയങ്ങൾ, അല്ലേ, ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ജോലിയുടെ വിഷയമായിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബം സംബന്ധിച്ചോ തലമുറയെ സംബന്ധിച്ചോ ശുശ്രൂഷ സംബന്ധിച്ചോ ഒക്കെ ഉള്ള വിഷയങ്ങളായിരിക്കാം. അങ്ങനെ പല വിഷയത്തിലും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഞെരുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടല്ലേ. എന്നാൽ ഈ ഞെരുങ്ങിപ്പോകുന്ന സാഹചര്യം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം അവൻ സർവ്വത്തെയും നിർമ്മിച്ചവനാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനതിനൊന്ന് വ്യക്തമാക്കാം. നമുക്ക് ഒരു 5 രൂപയുടെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഒരു 100 രൂപയുടെ, ഇല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും ചില വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സാഹചര്യങ്ങളിൽ 1 രൂപയ്ക്കും വില നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വരും, അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയം നമ്മൾ പലരും ഭാരപ്പെടാറുണ്ട്. ചിലരൊക്കെ പിറുപിറുത്തു പോകും. കർത്താവ്, എന്തുകൊണ്ട് അങ്ങനെ വന്നു? നിന്നെ ഞാൻ സേവിക്കുന്നില്ലയോ? നിന്നെ ഞാൻ ആരാധിക്കുന്നില്ലയോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ആശങ്കപ്പെടുകയും പരാതി പറയുകയും പിറുപിറുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവത്തിന് ഈ ഒരു വിഷയത്തെ ഡീൽ ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, നമ്മുടെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിൻ്റെ 100 രൂപ എന്ന ആവശ്യത്തേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം, അല്ലേ. അവൻ സകലത്തിനും മതിയായ ദൈവമാണ്. അതാണ് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. സ്തോത്രം. അവൻ സർവ്വത്തെയും നിർമ്മിച്ച ദൈവം. അവൻ കാറ്റിനെ ഉണ്ടാക്കിയ ദൈവമാണ്, കടലിനെ ഉണ്ടാക്കിയ ദൈവമാണ്, അതിനകത്തുള്ള മത്സ്യങ്ങളെ നിർമ്മിച്ച ദൈവമാണ്. സ്തോത്രം. 5 അപ്പത്തെ 2 മീനിന് 5000 പേർക്ക് കൊടുക്കത്തക്ക രീതിയിൽ പോഷിപ്പിച്ച ദൈവത്തിന് നിൻ്റെ ചെറിയ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. ഒരുപക്ഷെ മക്കളില്ലാത്തവരാണോ നിങ്ങൾ, ഇല്ലെങ്കിൽ കടഭാരത്താൽ മുങ്ങി നിൽക്കുന്നവരാണോ നിങ്ങൾ, ഒരു വീടോ ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ, ഏതെങ്കിലും മാനസിക അസ്വസ്ഥതകൾ നിങ്ങൾ ക്ലേശത്തിലാകുന്നുണ്ടോ, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ആ ജീവിതത്തിനകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ആ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ പോകുകയാണ്. ഭാരപ്പെട്ടു പോകേണ്ട, ക്ലേശത്തിലാകേണ്ട, സ്തോത്രമല്ല, അവിശ്വാസം ചിന്തിക്കേണ്ട, പിറുപിറുക്കേണ്ട, സർവ്വത്തെയും സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം നിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളെ മറയ്ക്കും. അനർത്ഥങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് വിടുവിച്ചാട്ട്. ദൈവത്തിൻ്റെ അത്ഭുതകരം, അതിശയകരം പിന്നെയും വെളിപ്പെടും. ഇത് വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ വേദനയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരുക സ്വർഗമിടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.